CPM സംസ്ഥാന സെക്രട്ടറിയായി MP ഗോവിന്ദൻ തുടരും. 89 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 17 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ജില്ലയിൽ നിന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി KV അബ്ദുൽ ഖാദറിനെയും R ബിന്ദുവിനെയും ഉൾപ്പെടുത്തി. പെരിഞ്ഞനം കുറ്റംകുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയടഞ്ഞു. കൊമ്പൻ മാറാടി ശ്രീ അയ്യപ്പനാണ് അടഞ്ഞത്. ആളപായമില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് ആക്ഷേപം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഘടകക്കാരനായി നിയമിച്ച യുവാവിനെ ജോലിയിൽ നിന്ന് മാറ്റി. കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിലെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാളെ കൊടിയേറും. ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടുവാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. PM കിസാൻ യോജന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടതായി പരാതി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനം സമാപിച്ചു. 89 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. 2 വനിതകൾ ഉൾപ്പെടെ 17 പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടപ്പോൾ KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ അംഗങ്ങളായി. ജില്ലയിൽ നിന്നുള്ള CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി ജോൺ, NR ബാലൻ, MK കണ്ണൻ എന്നിവർ ഒഴിവായപ്പോൾ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മന്ത്രി R ബിന്ദു എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തി. നിലവിലുള്ള MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, PK ബിജു എന്നിവർ സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. പെരിഞ്ഞനം കുറ്റംകുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയടഞ്ഞു. കുറ്റംകുളം വൻപറമ്പിൽ പട്ടശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന കൊമ്പൻ മാറാടി ശ്രീ അയ്യപ്പനാണ് ഇടഞ്ഞത്. ക്ഷേത്രപ്പറമ്പിൽ തളച്ചിരുന്ന ആന എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഇടയുകയായിരുന്നു. ഇടഞ്ഞോടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് ഉടൻ തന്നെ തളച്ചു. ചരിത്രത്തിലാദ്യമായി കഴകം പ്രവർത്തിക്ക് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാളെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലിക്കായി മാറ്റിയതായി ആക്ഷേപം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി പാസായി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലുവിനെയാണ് താൽക്കാലികമായി കഴകം പ്രവൃത്തിയായ ക്ഷേത്രത്തിലെ മാലകെട്ടലിൽ നിന്നും മാറ്റി ഓഫീസ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ബാലു ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് എത്താതെ പ്രതിഷേധത്തിലായിരുന്നു. വാര്യർ സമാജം ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ശുദ്ധികർമ്മങ്ങൾക്ക് തന്ത്രിമാർ തടസ്സം വരുത്തുമെന്നത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇതു സംബന്ധിച്ച് നൽകിയ കേസിൽ വിധി വരുന്നതുവരെ കഴകപ്രവൃത്തിയിൽ നിന്നും ഇയാളെ മാറ്റി നിർത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചന. പകരം പിഷാരടി സമുദായത്തിൽ നിന്നൊരു അംഗത്തിനാണ് മാല കെട്ടുന്ന ചുമതല നൽകിയിരിക്കുന്നത്. ജോലിക്ക് കയറിയ നാൾ മുതൽ ബാലുവിന് ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഭ്രഷ്ട് കൽപ്പിച്ചതുപോലുള്ള പെരുമാറ്റത്തെ തുടർന്ന് രാജിവെച്ച് പോകുവാൻ പോലും തയ്യാറായിരുന്നതായാണ് വിവരം. പിന്നീട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന തന്ത്രിമാരുടെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം ഇദ്ദേഹത്തെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന സാധാരണ ജോലിമാറ്റം മാത്രമാണെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപിയുടെ വിശദീകരണം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം പ്രവർത്തിക്കായി ഈഴവ സമുദായത്തിലുള്ള വ്യക്തിയെ നിയമിച്ചതിനെതിരെ തന്ത്രിമാരുടെ പ്രതിഷേധത്തിനല്ല, നിയമം നടപ്പിലാക്കുന്നതിനാണ് പ്രാമുഖ്യമെന്ന് ദേവസ്വം ചെയർമാൻ KA ഗോപി പറഞ്ഞു. വിഷയത്തിൽ നിയമനം നേടിയ തിരുവനന്തപുരം സ്വദേശിയായ ബാലു എന്നയാളെ മാറ്റണമെന്ന ആവശ്യവുമായി തന്ത്രി പ്രതിനിധികൾ ദേവസ്വത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ ദേവസ്വത്തിന് സർക്കാർ നിയമങ്ങൾ പാലിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അവർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്ന മറുപടിയാണ് ദേവസ്വം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായാണ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതെന്നും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കി. തന്ത്രിമാരെ അദ്ദേഹത്തിനെ നിയമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കത്ത് തന്നിരുന്നു. അതിന് തൃപ്തികരമായ രീതിയിലുള്ള മറുപടി തന്ത്രി പ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട്. സമയത്ത് തന്നെ സർക്കാർ ഉത്തരവ് പാലിക്കലാണ്, നടപ്പിലാക്കലാണ് ദേവസ്വം ബോർഡ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതല. അതിൽ യാതൊരു മാറ്റില്ല എന്നവരെ അസന്ധിഗ്ധമായിട്ട് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അത് ഏത് സമയത്തും അഡ്മിനിസ്ട്രേറ്റർക്കും മാനേജ് കമ്മിറ്റിയെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. ശ്രീനാരായണ ദർശനവേദി എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ക്ഷേത്രത്തിലെ കഴകപ്രവൃത്തികൾ ചെയ്തുവരുന്ന വാര്യർ സമുദായത്തിൽപ്പെട്ട കാര്യായ്മ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിനായി ഏതറ്റം വരെ പോകുന്നതിനും വാര്യർ സമാജം രംഗത്തുണ്ടാകുമെന്ന് വാര്യർ സമാജം സംസ്ഥാന ട്രഷറർ ഗിരീഷ് മൂർക്കനാട് പറഞ്ഞു.
ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാര്യർ സമുദായ അംഗങ്ങൾക്കാണ് സാധാരണ കാരായ്മ കഴകപ്രവൃത്തികൾ ഉണ്ടാവുക. കൂടൽമാണിക്യത്തിലും അതുതന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴകപ്രവൃത്തി ചെയ്തു വരുന്ന കാരായ്മ വാര്യർ സമുദായത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെ പോകുന്നതിനും വാര്യർ സമുദായം തയ്യാറുമാണ്. ഇരിഞ്ഞാലക്കുടയിലത്തെ കേസിൽ വേണ്ടി വന്നതിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാരായ്മ അവകാശം നേടിയെടുക്കാനായിട്ട് സമാജം എന്നും അതിൻ്റെ ഒപ്പം ഉണ്ടാവും. കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിലെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. ചന്തപുരയിൽ സെൻട്രോ മോളിന് സമീപത്തുള്ള ഫാർമ കെയറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ എലിഞ്ഞേക്കൽ ജോജോയിയാണ് ആക്രമിച്ചത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കസേരയിലിരിക്കുകയായിരുന്ന ജോജോയുമായി 3 യുവാക്കൾ സംസാരിച്ചതിനു ശേഷം പോകുന്നതും പിന്നീട് കൂട്ടത്തിലൊരാൾ മടങ്ങിവന്ന് ജോജോയെ ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സംഭവം നടന്നയുടനെ കൊടുങ്ങല്ലൂർ പോലീസിൽ വിവരം അറിയിച്ചുവെങ്കിലും വൈകിയാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്ന് ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് ആനയോട്ടവും കൊടിയേറ്റവും നാളെ നടക്കും. കുംഭത്തലെ പൂയം നാളിൽ സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണ കൊടി ഉയരുന്നതോടെ ഗുരുഭവനപുരി 10 ദിവസം ഭക്തിയിലാറാടും. തിങ്കളാഴ്ച രാവിലെ ആനയില്ല ശീവേലിയോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുക. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കാനാണ് ആനയില്ല ശീവേലിയും ആനയോട്ടവും. ദിവസവും ആനപ്പുറത്തേറി എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാതെയാണ് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കുക. കീഴ്ശാന്തി നമ്പൂതിരി തിടമ്പ് കൈകളിലേന്തി 3 പ്രദക്ഷിണം നടന്ന് ശീവേലി പൂർത്തിയാക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ നിന്നാണ് ആനകളെ അയച്ചിരുന്നത്. ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന സാമൂതിരിയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കൊച്ചി രാജാവ് ഒരിക്കൽ ആനകളെ അയച്ചില്ല. ആന ഇല്ലാത്തതിന്റെ മനോവിഷമത്തിൽ ഭക്തർ മനമുരുകി പ്രാർത്ഥിച്ചുവെന്നും ഈ സമയം തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് അണിയിച്ചൊരുക്കി നിർത്തിയിരുന്ന ആനകൾ കുടമണികൾ കിലുക്കി ഗുരുവായൂരിലേക്ക് ഓടിയെത്തി എന്നുമാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഉത്സവ കൊടിയേറ്റ ദിവസം ഇന്നും ആനയില്ലാത്ത ശീവേലിയും ആനയോട്ടവും നടത്തുന്നത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. വിദേശികളടക്കം ആയിരങ്ങളാണ് ആനയോട്ടം വീക്ഷിക്കാനെത്തുക. തിരക്ക് കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ആനയോട്ടത്തിന് ശേഷം രാത്രി തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റവും നിർവഹിക്കും. ദീപാരാധന കഴിഞ്ഞ് ആചാര്യവരണത്തിന് ശേഷമാണ് കൊടിയേറ്റം. 8ാം വിളക്ക് ദിവസമായ 17-ന് ഉത്സവ ബലിയും 18-ന് പള്ളിവേട്ടയും നടക്കും. 19-ന് രാത്രി ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. TCB ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടുവാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ബാലു, ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളെയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ദേവദാസ്, നന്ദൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. 10 ആനകളാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുക. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആദ്യം ഓടിയെത്തി ക്ഷേത്രമതിൽ കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. കിഴക്കേനടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ കണ്ണൂർ സ്വദേശി കരുവാന്റെ വളപ്പിൽ ജിജേഷിന്റെ മകൾ ആൻവിയ എന്ന ബാലികയാണ് നറുക്കെടുത്തത്. കുട്ടിക്കും രക്ഷിതാക്കൾക്കും ദേവസ്വം ആചാരപൂർവ്വം സ്വീകരണം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ, ആനപ്രേമി സംഘം പ്രസിഡന്റ് KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ജയൻ ആലാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ ഭാഗമായ കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് സഹസ്ര കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. ശീവേലി, പന്തിരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങളും 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തിമാർ ശീലകത്തെത്തിച്ച് വാദ്യത്തിന്റെ അകമ്പടിയോടെ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി ആദ്യം 1000 കലശം അഭിഷേകം ചെയ്തു. തുടർന്ന് വിശേഷവാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ബ്രഹ്മകലശം എഴുന്നള്ളിച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തി മുളമംഗലം ഹരിനമ്പൂതിരി കർക്കരി കലശവും ഓദിക്കൻ കക്കാട് വാസുദേവ നമ്പൂതിരി കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ബ്രഹ്മകലശാഭിഷേകത്തോടെ 8 ദിവസം നീണ്ടുനിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി.
വരവൂർ രാമഞ്ചിറയിൽ കുടുംബവഴക്കിനെ തുടർന്ന് കത്തിക്കുത്തേറ്റ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. രാമഞ്ചിറ സ്വദേശി റാഫിക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ മുള്ളൂർക്കര സ്വദേശിയായ യുവാവിനെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൈബർ തട്ടിപ്പുകൾ വ്യാപകം. മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത കേബിൾ ഓപ്പറേറ്ററുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് 70,000 രൂപ. ഓൺലൈൻ സേവനങ്ങളും ഇടപാടുകളും വർദ്ധിച്ചതോടെ തട്ടിപ്പുകളും ഹൈടെക്കായി മാറി. മൊബൈൽ ഫോണിൽ വന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണ് കിഴക്കേ വെള്ളാനിക്കര കോട്ടേപ്പാടം സ്വദേശി വടക്കുംപാടൻ നൈബിക്ക് വിനയായി മാറിയത്. PM കിസാൻ യോജന എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതോടെ നൈബിയും ആപ്പിലായി മാറി. 70,000 രൂപയാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതോടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത്. PM കിസാൻ യോജന എന്ന് പറഞ്ഞിട്ട് ഒരു APK ഫയൽ ആപ്പാണ്. അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും അത് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ജസ്റ്റ് ഒന്ന് തൊട്ട് അതൊന്ന് ഇൻസ്റ്റാൾ ആയുള്ളൂ. അതിനുശേഷം എനിക്ക് അതൊരു 5-ാം തീയതിയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം എനിക്ക് വേറെ മെസ്സേജുകൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇന്നലെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ഒരു 12:30 ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറുമ്പോഴാണ്. അത് ഞങ്ങളുടെ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നു. ഒരു 12:30 ഇപ്പോൾ അതിലുണ്ടായിരുന്ന പൈസ കംപ്ലീറ്റ് വിഡ്രോ ചെയ്യുന്നുണ്ട്. എനിക്കൊരു മെസ്സേജ് വന്നു. കാനറ ബാങ്കിലായിരുന്നു. അത് 70,000 രൂപയാണ് അതിലുണ്ടായിരുന്നത്. 70,000 രൂപയും മൊത്തമായിട്ട് ഒറ്റ ട്രാൻസാക്ഷൻ കൂടി തന്നെ കംപ്ലീറ്റ് പിൻവലിച്ചു. ഈ മാസം 5-ാം തീയതിയായിരുന്നു സംഭവം. അവധി ദിവസത്തിലായിരുന്നു പണം നഷ്ടപ്പെട്ടത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും നൈബി പരാതി നൽകിയിട്ടുണ്ട്. PM കിസാൻ യോജന എന്ന ആപ്പ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത നിരവധി പേരാണ് തട്ടിപ്പിനിരയായതെന്നാണ് വിവരം. TCV ന്യൂസ്, തൃശൂർ. കാലിന് പരിക്കുള്ള ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി വനം വകുപ്പ്. ശനിയാഴ്ച വൈകിട്ട് വെറ്റിലപ്പാറ 13-ലെത്തിയ ആന കൂടുതൽ വേഗതയിൽ നടക്കുകയും ആവശ്യത്തിന് തീറ്റിയെടുക്കുകയും ചെയ്തു. ഇതിനിടെ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ഡോക്ടർ റജിനും സംഘവും നിരീക്ഷിക്കാൻ എത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ഇവർക്ക് ആനയെ കണ്ടെത്താനായില്ല. പുഴയുടെ മറുകരയിലെ പ്ലാന്റേഷൻ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നിലവിലെ സാഹചര്യത്തിൽ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നത് തൽക്കാലം ഉണ്ടാകില്ലെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. വെറ്ററിനറി ഓഫീസർമാരുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിടുകയുള്ളൂ. ഇതേസമയം ഡോക്ടർമാരുടെ നിരീക്ഷണം തുടരുകയും ചെയ്യും. അതിരപ്പള്ളിയിൽ വന്യജീവികളെ പ്രകോപിപ്പിക്കും വിധം ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി വനംവകുപ്പ്. റോഡരികിൽ മാർഗതടസ്സമുണ്ടാക്കി ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുന്ന വിനോദസഞ്ചാരികൾക്കെതിരെയും പെറ്റി കേസെടുക്കുവാനും തീരുമാനം. കഴിഞ്ഞ ആഴ്ച കാടിനകത്ത് കയറി മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത് വിവാദമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ വ്യാപകമായതിനെ തുടർന്നാണ് വനംവകുപ്പ് നിയമ നടപടിക്കൊരുങ്ങുന്നത്. ദൃശ്യങ്ങൾ എടുക്കുന്നവരെ വന്യമൃഗങ്ങൾ ആക്രമിച്ചാലുള്ള വിമർശനം കേൾക്കേണ്ടി വരുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും അതുകൊണ്ടാണ് നിയമങ്ങൾ കർശനമാക്കുന്നതെന്നും വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പറയുന്നു. യൂട്യൂബർമാരെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വെറ്റിലപ്പാറയിലെ ജനകീയ പ്രതിരോധ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്ലാന്റേഷൻ തോട്ടത്തിൽ കയറി കുളിക്കടവിലെ ദൃശ്യങ്ങൾ പകർത്തുന്ന സംഭവങ്ങളും ഉണ്ടായതായി സമിതി പ്രവർത്തകർ പറയുന്നു. ഇതിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. വധശ്രമ കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം ചക്രപ്പടം സ്വദേശി കാരനാട്ട് വീട്ടിൽ മണിയൻ എന്ന് വിളിക്കുന്ന ശ്രീജിത്ത്, കയ്പമംഗലം ഐരൂർ സ്വദേശി ചന്ദ്രപുരയ്ക്കൽ വീട്ടിൽ കോക്കാൻ എന്ന് വിളിക്കുന്ന വിനീഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം ചക്രപ്പടം സ്വദേശി ഏറാട്ട് വീട്ടിൽ സുരേഷിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പെരിഞ്ഞനം കൊറ്റുംകുളം ഏറാട്ട് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ KS സൂരജ്, ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീശൻ, ഗിൽബർട്ട് ജേക്കബ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഡൻസ്മോൻ, അനന്തു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആമ്പലൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പലൂർ സ്വദേശി പ്രിൻസ്, കുരിയച്ചിറ സ്വദേശി രോഹിത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആമ്പലൂർ സിഗ്നൽ ജംഗ്ഷനിലുള്ള ഓട്ടോപേട്ടയിൽ വെച്ച് ഓട്ടോ ഡ്രൈവർ ആമ്പലൂർ എരിപ്പോട് സ്വദേശി ആമ്പലിക്കളരിക്കൽ വീട്ടിൽ രമണനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രിൻസിനെ കോഴിക്കോട് നിന്നും രോഹിത്തിനെ പെരുമ്പാവൂരിൽ നിന്നുമാണ് പിടികൂടിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ ലാലു, ഫിറോഷ് തുടങ്ങിയവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ക്ഷേത്രം മേൽശാന്തി കൂറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ്, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, K രാജീവ് മേനോൻ,
മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, ദേശക്കാർ, പൂരം പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. പ്രസിഡന്റ് രവി ചാക്കോത്ത്, സെക്രട്ടറി കെ രഘുനന്ദനൻ, ട്രഷറർ യു അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധുമംഗലത്ത്, ഓഡിറ്റർ കെ വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി കാൽനാട്ടൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വളരെ നല്ല രീതിയിൽ ഈ വർഷവും പൂരം നടത്തുന്നതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടന്നു വരികയാണ്. ദേവസ്വം ബോർഡും ക്ഷേത്ര സമിതികളും അതുപോലെ പൂരം ആഘോഷ കമ്മിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് പൂരം നടത്തുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. ആനയെഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലായാലും സമയക്രമവും എല്ലാം കൃത്യമായി പാലിക്കുന്ന രീതിക്കുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇത്തവണ നടന്നു വരുന്നത്. M കൃഷ്ണകുമാർ ആറാട്ടുപുഴയാണ് 2 ബഹുനില വർണ്ണപ്പന്തലുകളുടെ നിർമ്മാണം നടത്തുന്നത്. തേവർ പന്തലിന്റെ ദീപാലങ്കാരം തിരൂർ ക്ലാസിക് സൗണ്ടിന്റെ ഗോപാലകൃഷ്ണനും, തേവർ സ്വീകരണ പന്തലിന്റെ ദീപാലങ്കാരം പാവറട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ജെൻസനുമാണ് നിർവഹിക്കുന്നത്. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിരവിളക്ക് ഏപ്രിൽ 5-ന് പുലർച്ചെയും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. TC വിനോസ്, തൃശൂർ. ഗുരുവായൂർ പേരകത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 8 കോഴികൾ ചത്തു. മല്ലാട് കൂവക്കാട്ടിൽ ഷംസുദ്ദീന്റെ വീട്ടിലെ കോഴികളാണ് ചത്തത്. വീടിനോട് ചേർന്ന് ഇരുമ്പ് വല കൊണ്ട് നിർമ്മിച്ച കൂട്ടിലായിരുന്നു കോഴികൾ. വല മുറിച്ച നിലയിലായിരുന്നു. കൂട്ടിലുണ്ടായിരുന്ന 2 താറാവുകളെ ആക്രമിച്ചിട്ടില്ല. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജില്ലയിലെ പ്രമുഖ കായലോര വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ളിൽ 1 കോടി രൂപയിലേറെ വികസന പ്രവർത്തനത്തിനൊരുങ്ങി ചാടൂർ പഞ്ചായത്ത്. ടൂറിസം വകുപ്പുമായി കൈകോർത്താണ് പുള്ള് വിനോദസഞ്ചാര കേന്ദ്രം വികസന കുതിപ്പിനൊരുങ്ങുന്നത്. കായലോര സൗന്ദര്യവും ജലസവാരിയും തട്ടുകട രുചി വൈവിധ്യവും ആസ്വദിക്കാനായി നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന പുള്ള് മനക്കൊടി പാലം പരിസരത്താണ് 82,62,000 രൂപയുടെ പുള്ള് കോൾപ്പടവ് ടൂറിസം പദ്ധതിക്ക് ഭരണാനുമതിയായിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചാഴൂർ പഞ്ചായത്തിന്റെ 32,62,700 രൂപയും ചേർത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. ചാഴൂർ പഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തെ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഈ പുള്ള് ടൂറിസം സെൻറ്റർ എന്ന പ്രോജക്റ്റ്. ഇതിൽ വകയിരുത്തിയുള്ള ആകെ സംഖ്യ എന്ന് പറയുന്നത് 52,66,700 രൂപയാണ്. അതിൽ പരമാവധി വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന സംഖ്യ 50 ലക്ഷം രൂപയാണ്. ബാക്കി വരുന്ന 32,66,700 രൂപ പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ അതിൻ്റെ വികസന ഫണ്ട് ആണ്. ടൂറിസം വകുപ്പ് ഈ അടുത്ത ദിവസമാണ്, 3 ദിവസം മുൻപാണ് അതിൻ്റെ അനുമതി നൽകിയത്. പുള്ള് മനക്കൊടി പാലം പരിസരത്ത് അന്തിക്കാട്ട് പടവിനോട് ചേർന്നുള്ള ഇറിഗേഷൻ കനാൽ ബണ്ടിലാണ് വികസന പദ്ധതി നടപ്പാക്കുക. ബണ്ട് വീതി കൂട്ടി ഇരുവശങ്ങളും കെട്ടി സംരക്ഷിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും ടൈൽ പാകുകയും ചെയ്ത് ഉദ്യാനവും ദീപാലങ്കാരവും ഒരുക്കി മനോഹരമാക്കുവാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 1 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് TCVയോട് പറഞ്ഞു. KLDC ഉടമസ്ഥയിലുള്ള 3 മീറ്റർ വീതിയിലുള്ള സ്ഥലം വീതി കൂട്ടി ഒരു 100-150 മീറ്ററോളം സ്ഥലത്ത് നീളത്തിൽ അത്രയും ഭാഗത്ത് മണ്ണിട്ട് നികത്തി സൈഡ് കെട്ടി ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ വിധത്തിലുള്ള ഇരിപ്പിടങ്ങളും അതിൻ്റെ ഒരു ഹാൻഡ് റെയിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും അതുപോലെ അലങ്കാര മുളച്ചെടികളും കൂടി വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപ ചെലവഴിച്ച് ശുചിമുറിയും ടീ സ്നാക്ക് പാർലറും KLDCയുടെ അനുമതിയോടെ സ്ഥാപിക്കുവാനും ചാഴൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു കഴിഞ്ഞു. ജില്ലയിലെ പ്രമുഖ കായലോര വിനോദ കേന്ദ്രമായ പുള്ളിൽ 1 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അനുമതിയായിരിക്കുന്നത്. പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും ക്യാമറാമാൻ CB പോട്ടോനോടൊപ്പം അഗസ്റ്റിൻ TCV ന്യൂസ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മമാരുടെ നൂൺ വാക്ക് സംഘടിപ്പിച്ചു. തൃശൂർ നടുവിലാലിൽ നിന്നും ആരംഭിച്ച നൂൺ വാക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ രഹസ്യ പിന്തുണയോടെയാണ് ലഹരി അക്രമ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 70-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നത് എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം CPM തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ U വഹീദ, R ലക്ഷ്മി,
VK മിനിമോൾ, രജനി രമാനന്ദ്, ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, സംസ്ഥാന ഭാരവാഹികളായ സുബൈദ മുഹമ്മദ്, സ്വപ്ന രാമചന്ദ്രൻ, രാജലക്ഷ്മി കുറുമാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോലടി പൂണിയിലെ SBI ATM ശാഖ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നു. ഏതാനും മാസം മുൻപ് നടന്ന ATM കൊള്ളയെ തുടർന്നാണ് അടച്ചിട്ടത്. കോലടി, പാടുകാട്, വിയൂർ, പോട്ടൂർ മേഖലയിലുള്ള ആളുകൾക്ക് ആശ്രയ കേന്ദ്രമായിരുന്ന ATM കൗണ്ടർ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ SBI അധികൃതരോട് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. ATM കവർച്ച കേസിലെ പ്രതികളെ പിടികൂടിയിട്ടും ATM ശാഖ പ്രവർത്തിപ്പിക്കാത്തത് ഇടപാടുകാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. സാമൂഹിക തിന്മകൾക്കെതിരെ പൊരുതുന്നവരും ജനതയുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന സത്യസന്ധരായ രാഷ്ട്രീയ നേതാക്കളെയുമാണ് നാടിനാവശ്യമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സീറോ മലബാർ സഭയെ തകർക്കുന്ന ശക്തികൾ അകത്തും പുറത്തും സജീവമായി പ്രവർത്തിക്കുന്നുവെന്നും ഇത്തരം പ്രവർത്തികളിൽ വിവേചനത്തോടെ കരുതലോടെ സഭാമക്കൾ മുന്നോട്ട് നീങ്ങണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സമിതി പ്രസിഡന്റ് രാജീവ് കൊച്ചി ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കാവിയിൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ, ഗ്ലോബൽ ട്രഷറർ ഡോക്ടർ ടോണി പുഞ്ചകുന്നേൽ, ഗ്ലോബൽ സമിതി വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ KM ഫ്രാൻസിസ്, ബെന്നി ആന്റണി, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, അതിരൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളൂപ്പാറ, ജനറൽ സെക്രട്ടറി KC ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ഈ സംഘടന വളരെ ബലഹീനമാണ്. റംസാൻ നോമ്പിന്റെ വിശുദ്ധിയിൽ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകയും പെരുമയുമാകുകയാണ് തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് മസ്ജിദിലെ നോമ്പുകാലത്തെ ആരോഗ്യപ്രദമായ ഔഷധക്കഞ്ഞി വിതരണം. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന കഞ്ഞി വിതരണത്തിനും ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട്. ഓട്ടോ ഡ്രൈവറായ മുടിക്കോട് സ്വദേശി യാറത്ത് വളപ്പിൽ റഫീഖാണ് 46 വർഷമായി നോമ്പു തുറക്കി മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത്. 14-ാം വയസ്സിൽ പള്ളിയിലെത്തി സഹായിയായി തുടങ്ങിയതാണ് റഫീഖിന്റെ ഈ ഔഷധക്കഞ്ഞി പാചകം. വിവിധ തരം ഔഷധ കൂട്ടുകളടങ്ങിയ മസാലകൾ ചേർത്തുണ്ടാക്കുന്ന പോഷക സമൃദ്ധമായ മസാലക്കഞ്ഞിയുടെ ചേരുവകൾ റഫീഖിന് പകർന്നു നൽകിയത് പള്ളിയിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്ന തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് മിസ്ബാഹിയായിരുന്നു. നോമ്പുകാലത്തെ സാധാരണ ദിവസങ്ങളിൽ മസാലക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന അതിവിശിഷ്ട സ്വാദുള്ള മട്ടൻ കഞ്ഞി ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. 2 വലിയ ആടുകളെയാണ് കഞ്ഞി തയ്യാറാക്കാനായി എടുക്കുന്നത്. നെയ്ച്ചോർ അരിയാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ഉലുവ, ആശാളി, നല്ല ജീരകം, അയമോദകം, മഞ്ഞൾ തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ചേർത്താണ് കഞ്ഞി തയ്യാറാക്കുന്നത്. റഫീഖ് ഒറ്റയ്ക്കാണ് പാചകം മുഴുവൻ ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അസർ നമസ്കാരത്തിന് ശേഷമാണ് കഞ്ഞി നൽകി തുടങ്ങുക. നോമ്പ് തുറയ്ക്കുള്ള കഞ്ഞി കൊടുത്തുവിടാനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഈ മാസം 23-ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ബംഗാളിൽ നിന്ന് പാചകക്കാരനെ കൊണ്ടുവന്ന് നോമ്പുതുറ സംഘടിപ്പിക്കുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 35,000 രൂപയും വിശേഷ ദിവസങ്ങളിൽ 40,000 രൂപയോളം കഞ്ഞിക്ക് ചിലവ് വരുമെന്നും വിശ്വാസികൾ തരുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് റംസാൻ കഞ്ഞി വിതരണം മുടങ്ങാതെ തുടർന്നു കൊണ്ടുപോകാനാകുന്നതെന്നും പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ് പറഞ്ഞു. റംസാനിലെ ഈ കഞ്ഞി വളരെ പ്രശസ്തമായൊരു മഴ ഔഷധ കൂട്ടായൊരു കഞ്ഞിയാണിത്. ഇന്ന് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് 2 ആടിൻ്റെ ഇറച്ചി ഇട്ടിട്ടാണ് ഇന്നത്തെ മസാല കഞ്ഞി. അതിന് തന്നെ ഏകദേശം 40,000 രൂപയോളം ഇതിന് തന്നെ വരുന്നുണ്ട്. ഈ നാട്ടുകാരായ എല്ലാവരും തന്നിട്ടുള്ള സഹായം കൊണ്ടാണ് ചെയ്യുന്നത്. ജാതി മതം നോക്കാതെ ഇതെല്ലാവർക്കും നിർലോഭമായി ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശൂരിന്റെ പെരുമ പേറുന്ന ഇത്തരം ഒരു കഞ്ഞി മറ്റൊരിടത്തും ലഭിക്കില്ല എന്നതിനാൽ തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ നിന്ന് കഞ്ഞി കൊണ്ടുപോകാറുണ്ട്. പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ്, പ്രസിഡന്റ് ഖയാത്ത് ഖാൻ, സിയാദ് മുത്തവല്ലി, ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തന്നെയാണ് മസാലക്കഞ്ഞി വിതരണത്തിനും നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് TCV. വനിതകൾ കരുത്താർജിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. ആദരണീയം തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിലെ വനിതാ കൌൺസിലർമാരെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദരണീയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. അജി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ
ടി വി ചന്ദ്രമോഹൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, മുൻ മേയർ IP പോൾ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, സന്തോഷ് കോലടി തുടങ്ങിയവർ സംസാരിച്ചു. മലയോര ഹൈവേ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടന പ്രചരണാർത്ഥം പ്രോമോ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. PG റോഡ് ജംഗ്ഷൻ മുതൽ വിലങ്ങന്നൂർ വരെയാണ് സൈക്ലത്തോൺ നടത്തിയത്. സൈക്ലേഴ്സ് തൃശൂർ നേതൃത്വം നൽകിയ സൈക്ലത്തോൺ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മലയോര ഹൈവേ ഉദ്ഘാടന സംഘാടക സമിതി അംഗങ്ങളായ VC സുജിത്, EM വർഗീസ്, KE പൗലോസ്, KT ജിതിൻ, ബിജുമോൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലയോര ഹൈവേ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ാം തീയതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. പുത്തൂർ ചോച്ചേരിക്കുന്ന് ക്ഷേത്രത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി 5-ാം നമ്പർ ഗേറ്റിന് മുൻപിൽ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിന് പരിഹാരമായി. പ്രതിഷേധം വ്യാപകമായതോടെ അധികൃതർ പൈപ്പ് നന്നാക്കി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. ജലസേചന വകുപ്പിന്റെ പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകിയത് മൂലം ഗർത്തം രൂപപ്പെട്ട് അപകടങ്ങൾക്കിടയാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് TCB വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വാണിജ്യം. മുപ്പത് വർഷമായി മണ്ണുത്തി തോട്ടപ്പടിയിൽ പ്രവർത്തിച്ചു വരുന്ന കെയർവെൽ ഹോമിയോപ്പതിക് ഫെർട്ടിലിറ്റി ക്ലിനിക് പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. കേരള കാർഷിക സർവകലാശാലയ്ക്ക് സമീപം ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് TA അനീസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാല സെനറ്റ് മെമ്പർ ഡോക്ടർ P വിജയൻ മുഖ്യ അതിഥിയായി. കെയർവെൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KB ദിലീപ് കുമാർ, മാനേജിംഗ് പാർട്ണർ ഗായത്രി ദിലീപ്, MU മുത്തു, TV അനിൽകുമാർ, മജീദ് മുല്ലക്കര, അസീസ് താണിപ്പാടം, ഡോക്ടർ ധന്യ ദീപക്, ഡോക്ടർ PM ഷമീർ, ഡോക്ടർ ഗിൽബർട്ട് P പോൾ, ഗോപിനാഥൻ, മനോജ് S കളരിക്കൽ, ബൈജുലാൽ, PV പോൾ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹോമിയോപ്പതി വന്ധ്യതാ ചികിത്സാ ക്ലിനിക്കായ കെയർവെല്ലിൽ നിന്ന് 30 വർഷത്തിനുള്ളിൽ ഏകദേശം 2400-ൽ പരം ദമ്പതികൾക്കാണ് സന്താന സൗഭാഗ്യം ലഭിച്ചത്. വന്ധ്യതാ ചികിത്സയ്ക്ക് പുറമെ സ്ത്രീരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ, വൈറൽ രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ജനിതക രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പൈൽസ്, വെരിക്കോസ് വെയിൻ, മുഖക്കുരു, മുടികൊഴിച്ചിൽ, ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കും കെയർവെല്ലിൽ ചികിത്സ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547819881. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8000 രൂപ, പവന് 64000 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3402 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. 89 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ജില്ലയിൽ നിന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി KB അബ്ദുൽ ഖാദറിനെയും R ബിന്ദുവിനെയും ഉൾപ്പെടുത്തി. പെരുദിനം കുറ്റംകുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. കൊമ്പൻ മാറാടി ശ്രീ അയ്യപ്പനാണ് ഇടഞ്ഞത്. ആളപായമില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് ആക്ഷേപം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഘടകക്കാരനായി നിയമിച്ച യുവാവിനെ ജോലിയിൽ നിന്ന് മാറ്റി. കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിലെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടുവാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. PM കിസാൻ യോജന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടതായി പരാതി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.